എത്രയാ? തന്നാ മതി. ഈ നേരത്തെ ഇവര് നാട്ടിൽ വന്നത് ഭാഗ്യമായിട്ട് കരുതും മോളെ. വല്യമ്മച്ച സഹായിച്ചില്ലെങ്കിൽ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല മേമേ. സഹായിക്കും, നമുക്ക് വാക്ക് തന്നതല്ലേ. നീ വാ. വാ മക്കളെ, വാ. നാട്ടിലേക്ക് വരാനുള്ള ധൈര്യം കാണിച്ചല്ലോ. കത്രീനമ്മച്ചി പറഞ്ഞതുകൊണ്ട് സ്റ്റെല്ല ഇങ്ങോട്ട് വന്നത്. എറണാകുളത്ത് ഇവള് താമസിച്ച ഹോസ്റ്റലില് പോലീസ് അന്വേഷിച്ചു ചെന്നിരുന്നു. എന്നാത്തിനാ? ചെന്ന CI ജോസഫ് സാറിന്റെ മകന്റെ കൂട്ടുകാരനാ. അയാള് മാത്രല്ല വല്യമ്മച്ചി, ജോസഫ് സാറിന്റെ ഗുണ്ടുകൾ എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഭാഗ്യം കൊണ്ട് അവരുടെ കണ്ണിപ്പെടാതെ രക്ഷപ്പെട്ടത്. കത്രീനമ്മച്ചിക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ല. നീ പേടിക്കണ്ട മോളെ. നിന്നോട് മാളിയേക്കൽ വന്ന് നിന്നോളാൻ പറഞ്ഞതേ വെറും വാക്കല്ല. ഇവിടെ വന്ന് സ്റ്റെല്ല മോളെ ഉപദ്രവിക്കാൻ ചങ്കുറപ്പുള്ള ആൾ ആരാണെന്ന് എനിക്കൊന്ന് അറിയണം. എടാ, ഇത് സ്റ്റെല്ല, അന്നമ്മയുടെ മോളാ. നീ കൊച്ചിലെങ്ങോ കണ്ടയല്ലേ? അല്ല, മക്കളും എല്ലാം കഴിച്ചില്ല. ആ, എങ്കിലും അങ്ങോട്ട് ചെല്ലേ. ഞാൻ എടുക്കാം മോളെ. അമ്മ എന്നാ പണിയ കാണിച്ചേ? എന്താടാ? ഇവിടെ ആ കുട്ടിയെ താമസിപ്പിക്കുന്നത് ശരിയാണോ? ഒരു ശരികേടും ഇല്ല. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ശത്രുക്കൾ വട്ടമിട്ട് പറക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാടാ ജീവിക്കുന്നേ? എന്നാ പിന്നെ നമുക്ക് വേറെ വല്ല വഴി നോക്കിയാലോ അമ്മേ? വേറെ എന്തോന്ന് വഴി? ഈ വിശാലമായ വീടും പുറകിലെ ഗസ്റ്റ് ഹൗസ് ഒക്കെ വെറുതെ കിടക്കുകയല്ലേ. അവൾ ഏതെങ്കിലും ഒരു മുറിയിൽ പോയി കിടന്നോട്ടടാ. നമ്മളൊക്കെ ചത്ത് മേലോട്ട് പോകുമ്പോ തമ്പുരാൻ കർത്താവ് രണ്ട് ചോദ്യം ചോദിക്കൂ. ഒന്ന്, ഞാൻ തന്ന ആയുസ് കൊണ്ട് നീ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിച്ചോന്ന്. 2, നിന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷവും സഹായം കൊടുക്കാൻ പറ്റുമോന്ന്. ഈ 2 ചോദ്യത്തിനും യെസ് എന്നൊരു ഉത്തരം പറയണ്ടേ മോനെ? അതാണ്. നിങ്ങളിവിടെ അടിമപ്പണി ചെയ്ത് നടന്നു. എന്നാടി കാര്യം പറ. ആ അന്നയുടെ മോളെ നമ്മുടെ വീട്ടിൽ കയറ്റി പാർപ്പിച്ചേക്കുന്ന എന്തിനാ? നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? കത്രീനമ്മച്ചിയുടെ തീരുമാനമല്ലേ, എതിർക്കാൻ പറ്റുമോ? നാട്ടുകാരറിഞ്ഞ നാണക്കേട ഇച്ചായ. ആർക്കും കണ്ണിന് കണ്ടുകൂടാ പെണ്ണിനെ. കത്രീനാമ്മച്ചിയുടെ ആങ്ങളയുടെ മോനല്ലേ നിങ്ങള്? ഇച്ചായന്റെ അഭിപ്രായം പറഞ്ഞൂടെ? വേണ്ട സിസിലി, കത്രീനമ്മച്ചിയുടെ വെറുപ്പ് സമ്പാദിക്കണ്ട. ഈ വീടും പറമ്പ് എഴുതി കിട്ടുന്നവരെ നമുക്ക് പട്ടിയെ പോലെ വാലാട്ട് നിക്കാം. അവസാനം ആട്ട് മാത്രമായി പോവരുത്, വാലാട്ടല്ലേ. മനുഷ്യന്റെ മനസ്സമാനം കെടുത്താതെ ഒതി പോടി. ഞാൻ ജോലിയും തീർത്തോട്ടെ. ഞാൻ പോയേക്കാം. എന്താ പോ. പിന്നെ ഒരു കാര്യം ഉറപ്പാ, സ്റ്റെല്ലേ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതേ പൊല്ലാപ്പാകും.